സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വന്തം മക്കൾ അടിച്ചുകൂടിയിട്ടില്ല എന്നും അവരിപ്പോഴും സ്നേഹത്തിലാണെന്നും അറിഞ്ഞ് സാഗർ സന്തോഷിക്കുന്നുണ്ട്. അവരുടെ അച്ഛനായതിൽ ആ നിമിഷം അയാൾക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട്. ആ തല്ലുകൂടൽ ശത്രുവിനെ കബളിപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു എന്നും ദേവിജിയിൽ നിന്നും അയാൾ തിരിച്ചറിയുന്നുണ്ട്. തൻ്റെ മക്കളെയും തൻ്റെ കുടുംബത്തിനെ തന്നെയും തകർക്കാൻ നടക്കുന്ന ആ മാനസയോട് അയാൾക്ക് അടങ്ങാനാവാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. മാനസയെ ജനിപ്പിക്കുകയും ഇത്രയും വളർത്തി വലുതാക്കിയ ജയമോഹനോടും ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ സാഗറിന്. അയാളെ നേരിട്ട് കണ്ട് ഇക്കാര്യം തെളിവ് സഹിതം അറിയിക്കണമെന്നും തീരുമാനിച്ചുറപ്പിക്കുകയാണ് സാഗർ. അങ്ങനെ ജയമോഹനെ കാണുകയാണ് സാഗർ. അക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു കൂസലും കൂടാതെ മാനസയെ സപ്പോർട്ട് ചെയ്യുകയും പിന്താങ്ങുകയും ഒക്കെ ചെയ്തപ്പോൾ സാഗറാണെങ്കിൽ ആ ക്യാമറ ദൃശ്യം കാണിച്ചു കൊടുക്കുകയാണ്. ജയമോഹൻ മുൻപ് ചിന്തിച്ചതുപോലെ സാഗറിന് മുൻപിൽ വീണ്ടും നാണം കെടുക്കാനുള്ള അയാൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് മനോജ് വരുമ്പോൾ ശ്രീനിയുടെയും മുൻപിൽ വെച്ച് ധനലക്ഷ്മിയുടെയും അമ്മയും കൂടി ചേർന്ന് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ സുലോചന പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് മനോജിന് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അവൾ ഇതല്ല ഇതിലപ്പുറം ചെയ്യും എന്നുള്ളൊരു ചിന്തയാണ് മനോജിന്. കൺമണിയെ അപകടപ്പെടുത്താൻ നോക്കിയ കാര്യം അറിയുമ്പോൾ ശ്രീനിക്ക് ഞെട്ടലുണ്ടാവുന്നുണ്ട്. അതോടൊപ്പം ദേഷ്യവും. കൺമണിയും കൃഷ്ണൻ സംസാരിക്കുമ്പോൾ മാനസയ്ക്ക് ദേഷ്യം മുഴുവൻ എന്നോടായിരിക്കുമെന്നും കൊല്ലാൻ തോന്നുന്നുണ്ടാകും എന്നൊക്കെ പറയാണ്. പിന്നീട് കൃഷ്ണനെ വിളിച്ച് മാനസയെ സോഫിയ ഒന്നും ഇപ്പോൾ പുറത്താക്കണ്ട എന്നും ജയമോഹൻ ഇടഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനെന്നും പറയുന്നു. സാഗർ ജയമോഹനായി സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ ഈ അഭിപ്രായം പറയുന്നത്. അതിനർത്ഥം ജയമോഹനും സാഗറും തമ്മിൽ തെറ്റി എന്ന് തന്നെയാണ്. കൺമണിയെ ഉമ്മ വയ്ക്കാൻ നോക്കിയ കൃഷ്ണനെ ചെകിടനിട്ട് കുറച്ച് ഉറക്കെ തന്നെ ഇടിച്ച് ഇരുത്തുന്നുണ്ട് കേട്ടോ കൺമണി. എന്നിട്ട് മുഖം മറച്ചു വെച്ച് ചിരിക്കുന്നുമുണ്ട്. കൺമണി ചിരിക്കുന്നത് കണ്ട് കൃഷ്ണൻ അറിയാതെ ചിരിച്ചു പോവാണ് കേട്ടോ ചെയ്യുന്നത്.